വിജയാഘോഷ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. മെമന്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു സൈൻ കൃഷ്ണ. കൽപ്പന ടാക്കേശ്വരി ടി, കൊറോണേഷൻ കോഴിക്കോട്, PVS ഫിലിം സിറ്റി, റീഗൽ സിനിമ കോഴിക്കോട്. തിയേറ്ററുകാരെ ആദരിക്കാനായി വേദിയിലേക്ക് എത്തുന്നു. നമ്മുടെ പൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. ദേവിസൺ തിയേറ്റർ പൊന്നാനി, ദേവിസൺ തിയേറ്റർ പൊന്നാനി. ഒരു തിയേറ്ററും കൂടെ ഉണ്ടല്ലേ. പ്രേക്ഷകർ തന്നെ സ്വാഗതം ചെയ്യുന്നു വിമല തിയേറ്റർ വർക്കല, വിമല തിയേറ്റർ വർക്കല. വിമലായ വർക്കലയിലെ GMAX സിനിമാസ് കൊല്ലം, GMAX സിനിമാസ് കൊല്ലം. തിയേറ്റർ കഴക്കൂട്ട്, കൃഷ്ണ തിയേറ്റർ കഴക്കൂട്ട്. INOX Movies Thrissur, INOX Movies Thrissur. Start. പ്രദർശനപൂർവ പ്രതിസന്ധികളെ അതിജീവിച്ച മറ്റൊരു സിനിമ ഉണ്ടാവില്ല. ചരിത്രമെഴുതിയ സിനിമയാണ്. എത്രയോ ദുർഘടങ്ങൾ, എത്രയോ നീണ്ട കാത്തിരിപ്പ്, എത്ര നെഞ്ചിടിപ്പുകൾ. തുടക്കക്കാരനായ ഒരു സംവിധായകൻ, എല്ലാം തികഞ്ഞ തുടക്കക്കാരനെ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട ദിലീപ് എത്രയോ സംഘർഷങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്നും നമുക്കറിയാം. ഈ വിജയത്തിൽ ഞാൻ അദ്ദേഹത്തിനെ അഭിമാനപൂർവ്വം ചേർത്ത് പിടിക്കുന്നു. അടുത്തതായി സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹുസൈൻ കോയ. Let's welcome Reema onto the stage. പ്രവർത്തകർക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ
ടോമിച്ചായന് ഇതൊരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ വിജയങ്ങൾ മാറ്റണ്ട, അങ്ങനെ തന്നെ പൊക്കോട്ടെ മുന്നോട്ട്. സത്യമുള്ളതാണ് നിന്റെ അശ്വമേധലീല. പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ മറുവിട്ടേ കാണേറും രാമലീല. വലിയ സന്തോഷമുണ്ട് ഈ ഒരു വേദി. ജീവിതത്തിൽ നമ്മൾ മറക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് രാമലീല. രാമലീല എന്ന സിനിമയുടെ ടോമിച്ചാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. 2010 മുതൽ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ശരിക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് സിനിമ ചെയ്യുന്ന ഒരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ടായി. അതിന് ശരിക്കും കാരണം ഉദയഭായിയാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് അരുൺ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യണം. അപ്പോൾ അരുണിന് എനിക്ക് നേരത്തെ അറിയാം, എൻ്റെ കൂടെ അരുൺ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അരുണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ മീര ജാസ്മിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ദിലീപേട്ട ഈ അരുണ് ദിലീപേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെന്താ, എനിക്ക് അരുണിനെ അറിയാം, പക്ഷെ എന്നെ വെച്ചാണ് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അരുണ് പോയിട്ട് സച്ചിബായിട്ട് ഒരു കഥ ഉണ്ടാക്കി. അതിൻ്റെ ഒരു രൂപരേഖ സച്ചിബായി പറഞ്ഞപ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതിനുശേഷം പെട്ടെന്ന് സച്ചിബായി കുറേ ദിവസം അവളോടൊക്കെ പോയിരുന്ന എഴുത്ത് കാര്യങ്ങളായിട്ട് സച്ചിബായിനെ കാണാനില്ല. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വരും, ഒന്ന് കേൾക്കൂ. അപ്പം ഞാൻ ഈ കഥ കേട്ടപ്പോൾ ശരിക്കും അന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ കൈ കൊടുത്തിട്ട് പറയാം, ഇത് ഗംഭീര സിനിമയായിരിക്കും. എന്നെ സംബന്ധിച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷേ എന്താ പറയുക, നമ്മൾ പറയൂലേ, ഏതോ ഒരു ദൂതൻ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറയുന്ന പോലെ സംഭവിച്ചു കൊടുത്ത ഒരു സ്ക്രിപ്റ്റ്. അതറിയാതെ എവിടേക്കോ അതിൻ്റെ ചില അംശങ്ങൾ ജീവിതത്തിലേക്ക് വരിക. ഈ സിനിമ ഇപ്പോ എൻ്റെ അടുത്ത് ടോമിച്ചാമെന്ന് ചോദിച്ചു, ഈ സിനിമ ഇവര് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോഴും ടോമിച്ചാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ എന്ത് ശമ്പളമാണ് തരേണ്ടത്? ഞാൻ പറഞ്ഞു, ടോമിച്ചായ ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, നിങ്ങൾ സിനിമ ഇറക്കുക. അങ്ങനെ സിനിമ ഇറങ്ങി. അല്ല, ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയുടെ പകുതി ലാഭം എനിക്ക് തരാന്ന് പറഞ്ഞൊരു വലിയ സന്തോഷം അല്ലേ? അല്ലേ? ടോമിച്ചാൻ അനുഭവിച്ചൊരു യാതന അല്ലെങ്കിൽ വേദന ശരിക്കും പറഞ്ഞാൽ എന്താവുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിന്നത്. പക്ഷെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ ഈ ബംഗാളും നേപ്പാളൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. അല്ല, ഈ ബംഗാളീസിനെയാണ് കൂടുതൽ ഈ തിരുവാളൊക്കെ. എന്തായാലും ഒരു സമയത്ത് ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആപത്തുണ്ടാവുന്ന സമയത്ത് എൻ്റെ ഒപ്പം വന്ന് നിന്ന ജനലക്ഷങ്ങളോടാണ് ഈ മുഹൂർത്തത്തിൽ ഞാൻ എൻ്റെ നന്ദി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ പ്രേക്ഷകരോടാണ്, ദൈവത്തിനോടും എൻ്റെ പ്രേക്ഷകരോടും. അതുപോലെ തന്നെ ഈ സിനിമയുടെ